കേരളത്തിലൊരു പുതിയ ചാനൽ കൂടി വരികയാണ്. ബിഗ് ടി വി. സുജയ പാർവതി ആണ് അതിന്റെ ചീഫ് എഡിറ്റർ. 10 ലക്ഷത്തോളം രൂപ സാലറി ആണെന്നും കേൾക്കപ്പെടുന്നുണ്ട്. എന്തായാലും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ സഹോദരന്റെ സാമ്പത്തിക സഹായം വഴിയാണ് ഈ ഒരു ചാനൽ കേരളത്തിൽ തുടക്കം കുറിക്കാൻ പോകുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇത് ഗുണം ചെയ്യും, അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയങ്ങൾക്ക് വല്ല മാറ്റവും ഉണ്ടാകുമോ? റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മത്സരമായി മാറുമോ? രേഷ്മ, ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതായത് ഈ ചാനൽ വരുന്നത് രേവന്ത് റെഡ്ഡി എന്ന തെലങ്കാന മുഖ്യമന്ത്രിയുടെ സഹോദരൻ്റെ സാമ്പത്തിക സഹായത്തോടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയാണ്. തെലങ്കാനയിൽ ഓൾറെഡി ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു ചാനൽ ഓടുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് അത് പോകുന്നത്. അതിൻ്റെ മലയാളം വേർഷനാണ് വരാൻ പോകുന്നത്. ഉടൻ തന്നെ തമിഴിലും ബിഗ് ടി വി ലോഞ്ച് ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ചാനൽ കേരളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തലവനായിട്ടുള്ളത് CEO ആയിട്ടും അതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടും ഉണ്ടാകുന്നത് അനിൽ അയിരൂർ എന്ന ഒരു പ്രമുഖനാണ്. അദ്ദേഹത്തെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖം കൊണ്ട് മലയാളികൾക്ക് പരിചയമുണ്ടാകില്ല. അദ്ദേഹം 24 ന്യൂസിൻ്റെ ആദ്യത്തെ CEO ആയിരുന്നു. റിപ്പോർട്ടർ ചാനൽ റീബ്രാൻഡ് ചെയ്ത് അഗസ്റ്റിൻ സഹോദരങ്ങൾ, ആൻഡോ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ആ ചാനൽ വീണ്ടും സജീവമായപ്പോൾ അതിൻ്റെ CEO ആയി വന്നതും അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നതും അനിൽ അയിരൂരാണ്. ഇതേ അനിൽ അയിരൂരിൻ്റെ നേതൃത്വത്തിലാണ് പുതിയ ചാനൽ വരുന്നത്. ആദ്യമേ പറയട്ടെ, ഈ ചാനൽ UDFന്, പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് കേരള സമൂഹത്തിൽ ഒരു വലിയ മൈലേജ് ഉണ്ടാക്കാൻ തക്കവണ്ണമുള്ള നീക്കങ്ങൾ ലക്ഷ്യമിട്ട് വരുന്നൊരു ചാനലാണ് എന്ന് മാത്രമല്ല, നിലവിൽ കോൺഗ്രസിനെ അടിച്ച് നശിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പൊതുജനങ്ങൾ സംശയിക്കുന്ന റിപ്പോർട്ടറിൻ്റെ നെറുകും തലക്കിട്ടുള്ള ഒരു അടിയായിരിക്കും ബിഗ് ടി വിയുടെ വരവ് എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കാരണം ഈ മാധ്യമ മേഖലയിൽ ഏതാണ്ട് 15 വർഷത്തോളമായി നിലനിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഒരു മാധ്യമ നിരീക്ഷകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ചാനലിൻ്റെ ഉടമ എന്ന നിലയിൽ ഞാൻ പറയുന്നത്, ഈ ബിഗ് ടി വിയുടെ വരവ് ഏറ്റവും അധികം ദോഷം ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ടർ ചാനലിലാണ്. അതിനൊരു ശാസ്ത്രമുണ്ട്. അതായത് കേരളത്തിൽ 24 ന്യൂസ് ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചപ്പോൾ ഏറ്റവും അധികം തിരിച്ചടി കിട്ടിയത് അന്ന് 1ാം സ്ഥാനത്ത് നിന്നിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനും ഒപ്പം 2ഉം 3ഉം സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിച്ചിരുന്ന മനോരമയ്ക്കും മാതൃഭൂമിക്കുമായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റ് ചാനലുകളിൽ നല്ല അവതാരകരില്ലാഞ്ഞിട്ടോ മറ്റ് ചാനലുകളിൽ വാർത്തകൾ വരാഞ്ഞിട്ടോ ഒന്നുമല്ല, മറിച്ച് മലയാളിയുടെ വാർത്താ സംസ്കാരം മുഴുവനായി മാറ്റി എഴുതുന്ന വിധത്തിലേക്ക് ഒരു ഗംഭീര പ്രകടനമായിരുന്നു 24 തുടക്കത്തിൽ തന്നെ നടത്തിയത്. അതായത് ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന മോർണിംഗ് ഷോ എന്ന് പറയുന്ന പരിപാടി, അത് മലയാള വാർത്താ ചാനൽ രംഗത്തെ ഒരു പുതിയ പരീക്ഷണമായിരുന്നു. വാർത്ത ഗൗരവത്തോടുകൂടിയും വളരെ അഗ്രസീവായും അവതരിപ്പിക്കുന്ന ശൈലിയിൽ നിന്ന് മാറി കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് സരസമായി വാർത്തകൾ അവതരിപ്പിക്കുന്ന ഒരു രീതി വളരെ പെട്ടെന്ന് മലയാളികൾ ഏറ്റെടുത്തു. പിന്നീട് ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മറ്റ് ചാനലുകളും മാതൃഭൂമിയും മനോരമയും ഒക്കെ അങ്ങനെ ഒരു മോർണിംഗ് സെഗ്മെൻറ്റ് തന്നെ വളരെ രസകരമായി അവതരിപ്പിക്കാൻ തുടങ്ങി. അതായത് ഗൗരവവും ആക്രമണോത്സുകതയും കഠോരമായ ശബ്ദവും ആ രീതിയിലുള്ള അവതരണവും ഒക്കെ ഉണ്ടായിരുന്ന അവതാരകർ വളരെ മയപ്പെട്ട് സൗമ്യമായി ചിരിച്ച് കളർ ഡ്രസ്സൊക്കെ ഇട്ട് ചാനൽ രാവിലെ വന്ന് വാർത്ത അവതരിപ്പിക്കുന്ന സ്ഥിതി വന്നു. റിപ്പോർട്ടർമാരോട് കൊച്ചു വർത്തമാനം പറയുക, കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക, എങ്ങനെയുണ്ട്, ഭക്ഷണം കഴിച്ചോ, മഴയുണ്ടോ, വണ്ടി അവിടെ വാഹനങ്ങളൊക്കെ കൃത്യമായി രാവിലെ ഓടുന്നുണ്ടോ, അങ്ങനെ എല്ലാത്തരം ചോദ്യങ്ങളും ചോദിച്ച് ഒരു കൊച്ചു വർത്തമാന ശൈലിയിൽ വാർത്തകൾ അവതരിപ്പിക്കുക എന്ന നിലയിലേക്ക് ഈ 24 ഒരു പുതിയ പരീക്ഷണം കൊണ്ടുവന്നത് അനിൽ അയിരൂരിൻ്റെ നേതൃത്വത്തിലുള്ള അവരുടെ സാങ്കേതിക മികവോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ടീമിൻ്റെ ബലത്തിലായിരുന്നു. ആ ടീമാണ് നേരെ റിപ്പോർട്ടർ റീബ്രാൻഡ് ചെയ്തപ്പോൾ പോയത്. അതോടുകൂടി 24-നേക്കാൾ മികച്ച പെർഫോമൻസ് റിപ്പോർട്ടർ കാഴ്ചവെക്കുകയും അവർ കാഴ്ചക്കാർക്കിടയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തു. 24-ൻ്റെ ആണിക്കല്ലുകളായിരുന്ന സുജയ പാർവതിയും അരുൺകുമാറും അടക്കമുള്ളവർ, സാങ്കേതിക മേഖലയിലെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ റിപ്പോർട്ടറിലേക്ക് ചേക്കേറി. അതിനുള്ള കാരണം റിപ്പോർട്ടർ ഓഫർ ചെയ്ത കൂറ്റൻ സാലറി പാക്കേജ് ആയിരുന്നു. അരുൺകുമാറാണ് എൻ്റെ അറിവിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന വാർത്താവതാരകൻ. ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപയാണ് ഒരു മാസം അരുൺകുമാറിന് കിട്ടുന്നത് എന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. അപ്പോൾ അത്രയും പണമൊഴുക്കിക്കൊണ്ട് പ്രഗത്ഭരായ അവതാരകരെയും റിപ്പോർട്ടർമാരെയും സാങ്കേതിക മേഖലയിലുള്ള ആളുകളെയും ഒക്കെ അടർത്തിയെടുത്തുകൊണ്ടുപോയി റിപ്പോർട്ടർ ഒരു ഗംഭീര മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ അത് ഏറ്റവും അധികം ക്ഷീണം ചെയ്തത് 24-നായിരുന്നു. അവിടെ അഭാവമുണ്ടായത് അനിൽ അയിരൂർ അങ്ങോട്ട് പോയി ആ രീതിയിൽ റിപ്പോർട്ടറിനെ വളർത്തി. അതേ അനിൽ അയിരൂരാണ് ബിഗ് ടി വിയിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 24 താഴെ പോയതുപോലെ അടുത്ത അടി കിട്ടാൻ പോകുന്ന റിപ്പോർട്ടറിനാണ്.
അതായത് റിപ്പോർട്ടറിലെ പ്രഗത്ഭരായിട്ടുള്ള റിപ്പോർട്ടർമാർ, അവതാരകർ, അതുപോലെ തന്നെ സാങ്കേതിക മേഖലയിൽ ഈ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അതായത് ഒരു ചാനലിൻ്റെ കെട്ടിലും മട്ടിലുമൊക്കെ പുതുമ നിലനിർത്തുക, ചാനലിൻ്റെ അവതരണ രീതി എങ്ങനെയാണെന്ന് തീരുമാനിക്കുക, അവരുടെ രാഷ്ട്രീയം, അവരുടെ വാർത്തകൾ സെറ്റ് ചെയ്യുന്ന രീതി, അവതരണ മികവ്, ഗ്രാഫിക്സ്, അങ്ങനെ ഒരു പ്രേക്ഷകൻ ചാനലിന് മുമ്പിൽ ഇരിക്കാൻ വേണ്ട സകല കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്ന അണിയറ പ്രവർത്തകരുണ്ട്. അവരിൽ പ്രമുഖരായ പലരെയും റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ബിഗ് ടി വി കൊണ്ടുപോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സുജയ്ക്ക് അരുൺകുമാറിന് കൊടുക്കുന്ന അതേ സാലറിയാണ് ഓഫർ ചെയ്തതെന്നാണ് പുറത്തു വരുന്ന വിവരം. അതുപോലെ തന്നെ റിപ്പോർട്ടർ ടി വിയുടെ നെടുംതൂണുകളായിട്ടുള്ള മാർക്കറ്റിംഗ് മേഖലയിൽ അടക്കമുള്ള പലരെയും ബിഗ് ടി വി നോട്ടമിട്ടിട്ടുണ്ട്. അവരധികം വൈകാതെ ബിഗ് ടി വിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അതായത് റിപ്പോർട്ടർ ടി വി ഇവിടെ കത്തിക്കയറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് മൂലധനത്തിന് ഒരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ഏത് മാധ്യമത്തെയും വെല്ലുന്ന സ്റ്റുഡിയോയും അത്യാധുനിക സാങ്കേതിക വിദ്യയും അതിവേഗത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള വാഹന സൗകര്യവും ടെക്നിക്കൽ സൗകര്യവും ഒക്കെ റിപ്പോർട്ടർ ടി വിക്കുണ്ട്. 24 ന്യൂസിന് ഇതുവരെ ഒരു DSNG OB വാൻ എന്ന് പറയുന്ന ഈ കൊട ഡിഷ് തിരിച്ചു വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ലോറി പോലത്തെ ചെറിയ വാഹനമുണ്ട്, കണ്ടിട്ടുണ്ടാവും പല സിനിമകളിലും. അങ്ങനെ ഒരു വാഹനം 24 ന്യൂസിന് ഇല്ല. അവർക്ക് ബാക്ക് പാക്ക് എന്ന് പറയുന്ന ചെറിയ തോളത്തിടുന്ന ഇൻ്റർനെറ്റ് സംവിധാനം വഴി കണക്ട് ചെയ്ത് വിഷ്വലുകൾ അയക്കുന്ന സംവിധാനമേ ഉള്ളൂ. പക്ഷേ റിപ്പോർട്ടറിന് ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ, അതിവേഗത്തിൽ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ദൃശ്യങ്ങൾ സ്റ്റുഡിയോയിൽ എത്തിക്കുന്ന OB DSNG വാനുകളുണ്ട്. അപ്പോൾ അത്രയും സാങ്കേതികമായി സംവിധാനങ്ങൾ ഒരുക്കണമെങ്കിൽ അതുപോലെ പണം ചെലവഴിക്കണം. അത്രയും പണം റിപ്പോർട്ടർ ചെലവഴിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ബിഗ് ടി വിയും ചെലവഴിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും പണം ഒഴുക്കി കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ സഹോദരൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി ഒരു ചാനൽ കേരളത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ അതിൽ സുജയ പാർവതി ഉണ്ട്, അവർ സംഘപരിവാറുകാരിയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടി എന്ന് പറയുന്നത്, സുജയ പാർവതി റിപ്പോർട്ടറിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായി സ്വയം സംഘിപ്പട്ടം എടുത്തണിഞ്ഞതാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. അതായത് വാർത്താവതരണത്തിൽ ഒരു വശത്ത് സുജയ പാർവതി സംഘിണിയായി വരുന്നു, ഒരു വശത്ത് അരുൺകുമാർ CPM-കാരനായി വരുന്നു, ഇവർ തമ്മിൽ തല്ലുന്നു. അപ്പോൾ അതിന് റേറ്റിംഗ് കൂടും. അപ്പോൾ അതിനുവേണ്ടി സുജയ പാർവതിയെ ബോധപൂർവം ഒരു സംഘിണി വേഷം കെട്ടിച്ചതാണോ റിപ്പോർട്ടർ മാനേജ്മെൻറ്റ് എന്ന സംശയവും അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ചാനൽ വരുമ്പോൾ റിപ്പോർട്ടർ ടി വിയെ കടത്തി വെട്ടുന്ന സാങ്കേതിക വിദ്യയും റിപ്പോർട്ടർ ടി വിയിലെ പ്രമുഖയായിട്ടുള്ള അവതാരക സുജയ പാർവതിയും അങ്ങനെ ഒരു വലിയൊരു കൂട്ടം ആളുകൾ കൂട്ടത്തോടെ റിപ്പോർട്ടർമാരിൽ പല പ്രമുഖരും ബിഗ് ടി വിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വലിയൊരു കൂട്ടം ബിഗ് ടി വിയിലെത്തി അവർ പണി തുടങ്ങുമ്പോൾ പ്രാഥമികമായി അടി കിട്ടാൻ പോകുന്നത് റിപ്പോർട്ടറിന് തന്നെ ആയിരിക്കും. അവരുടെ സ്പേസ് പിടിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ബിഗ് ടി വിയുടെ ലക്ഷ്യം. അതുമാത്രമല്ല, റിപ്പോർട്ടർ ടി വി ഇടതുപക്ഷത്തോട് വിധേയപ്പെട്ട് കോൺഗ്രസിനെതിരെ രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിക്കുമ്പോൾ അതിനെതിരെ എല്ലാം തടയിടുന്ന വിധത്തിൽ അതിനെതിരെ നിലപാടുകൾ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേരള സമൂഹത്തിന് മുന്നിലേക്ക് നൽകാൻ ബിഗ് ടി വിക്ക് സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യം. ഇപ്പൊ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുജയ പാർവതി റിപ്പോർട്ടറിലായിരുന്നപ്പോൾ ഒരു സംഘിണി ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബിഗ് ടി വിയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിന് അനുകൂലമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു സ്ട്രാറ്റജി ആയിട്ട് മാറത്തില്ലേ? അപ്പം നേരെ തിരിഞ്ഞ് കോൺഗ്രസിലേക്ക് മാറുന്ന ഒരു സുജയ പാർവതി നമുക്ക് കാണാൻ സാധിക്കൂ? സുജയ പാർവതിയെ ഒരു പക്ഷേ നമ്മൾ അങ്ങനെ കാണേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, സുജയ പാർവതി രാഷ്ട്രീയപരമായിട്ട്, അതായത് ഏതെങ്കിലും രാഷ്ട്രീയം പരസ്യമായി പറഞ്ഞ ചാനലുകളിൽ ആളായി കയറി വന്ന ഒരാളല്ല. ഏഷ്യാനെറ്റ് ന്യൂസിൽ അവതാരകയായിരുന്നു. റിപ്പോർട്ടർ ചാനൽ ആദ്യം തുടങ്ങിയ സമയത്ത് അവിടെ നിന്ന് റിപ്പോർട്ടറിലേക്ക് പോയി. അതിനുശേഷം വലിയ മാറ്റങ്ങൾ കരിയറിൽ ഉണ്ടായി. വളരെ അറിയപ്പെടുന്ന പ്രഗത്ഭയായ ഒരു ജേർണലിസ്റ്റായി മാറി. ഒരുപാട് ഫാൻസ് ഫോളോവേഴ്സും അവർക്കുണ്ടായി. പക്ഷേ 24-ൽ നിന്ന്, ഇപ്പോൾ പഴയ റിപ്പോർട്ടറിൽ നിന്ന് പിന്നീട് 24-ലേക്ക് വന്ന് 24-ൽ നിന്ന് ഇറങ്ങാൻ സമയത്താണ് സുജയ പാർവതി സംഘപരിവാർ അനുകൂലിയാണ് എന്ന തരത്തിലൊരു പ്രചാരണം വരുന്നത്. അതിന് കാരണം റിപ്പോർട്ടർ ടി വിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ, അല്ലെങ്കിൽ സുജയ റിപ്പോർട്ടറിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുണ്ടായ ഒരു പ്രചാരണമായിരുന്നു. അതായത് 24-ൽ സംഘപരിവാർ അനുകൂല നിലപാടുകൾ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല,
കഴിയുന്നില്ല, അതുകൊണ്ട് സുജയ രാജിവെച്ചു എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ പ്രചാരണമുണ്ടായി. അതിന് പിന്നാലെ BMSന്റെ നേതൃത്വത്തിൽ സുജയ പാർവതിക്ക് വേണ്ടി വലിയ പ്രതിഷേധങ്ങൾ, പ്രകടനങ്ങളൊക്കെ കേരളത്തിൽ നടന്നു. അത് കഴിഞ്ഞാണ് സുജയ പാർവതി റിപ്പോർട്ടറിലേക്ക് തിരിച്ചെത്തുന്നത്, അതായത് 24-ൽ നിന്ന് വീണ്ടും റിപ്പോർട്ടറിലേക്ക് പോകുന്നത്. അവിടെ വന്ന സുജയ പാർവതി ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടിയിൽ സംഘപരിവാർ അനുകൂല നിലപാടുകൾ തുടർച്ചയായി പറയാൻ തുടങ്ങിയതോടെ കേരളത്തിലെ സംഘപരിവാർ ഓഡിയൻസിൻ്റെ വലിയൊരു സ്വീകാര്യത റിപ്പോർട്ടറിന് കിട്ടി. അരുൺകുമാർ കമ്മിയാണെങ്കിലും അല്ലെങ്കിൽ സ്മൃതി പരുത്തിക്കാട് കൊങ്ങിയാണെങ്കിലും നമ്മുടെ ഭാഗം പറയാൻ സുജയുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് റിപ്പോർട്ടർ കാണാം എന്ന നിലയിലേക്ക് റിപ്പോർട്ടറിൻ്റെ പ്രൈം ടൈമിൽ സുജയ്ക്കൊപ്പം സമയം ചെലവഴിക്കുന്ന സംഘപരിവാറുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് സ്മൃതി പരുത്തിക്കാട് കോൺഗ്രസിന് വേണ്ടി വരുന്നു, ഈ പറയുന്ന അരുൺകുമാർ അന്തംഗമ്മിയായി അല്ലെങ്കിൽ CPM-ന് വേണ്ടി സംസാരിക്കുന്നു, സുജയ പാർവതി സംഘപരിവാറിന് വേണ്ടി സംഗിണിയായി വരുന്നു. അപ്പോൾ ഇത് മൂന്ന് വാദങ്ങളും പറയുമ്പോൾ എല്ലാ പ്രേക്ഷകരും തങ്ങളുടെ മുന്നിൽ ഇരിക്കും എന്ന നിലയിലാണ് റിപ്പോർട്ടർ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സെറ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ചാനലിലും കാണാത്ത വിധത്തിലുള്ള സ്വീകാര്യതയാണ്, അല്ലെങ്കിൽ അത്രയും വൈവിധ്യമാർന്ന രീതിയിലാണ് ആ പരിപാടി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് റിപ്പോർട്ടറിൻ്റെ റേറ്റിംഗ് വളരെ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും റിപ്പോർട്ടറിൽ കളിച്ച ആ ഒരു സംഘ നാടകം ഒരുപക്ഷെ ബിഗ് TV-യിൽ നടക്കാനുള്ള സാധ്യതയില്ല. കാരണം കോൺഗ്രസിൻ്റെ ഫണ്ടിങ്ങോട്, അല്ലെങ്കിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ സഹോദരൻ്റെ അടക്കം ഫണ്ടിങ്ങോടുകൂടി തെലങ്കാന എന്ന് പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ ഒരു ചാനലിൻ്റെ ഉപചാനലാണ്, അല്ലെങ്കിൽ അവരുടെ മറ്റൊരു സ്റ്റേറ്റിലെ ചാനലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഫണ്ടിങ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സുജയ പാർവതി കോൺഗ്രസ്സുകാരിയാകുമോ എന്നുള്ളതല്ല, മറിച്ച് നിഷ്പക്ഷമായി, അതായത് ഒരു വാർത്തയായി തന്നെ കണ്ട് അനാവശ്യമായി പക്ഷം പിടിക്കാതെ ആർക്കും വേണ്ടി വാദിക്കാതെ എന്താണോ വാർത്ത അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, എന്താണോ വാർത്തയിലെ സത്യം അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബിഗ് TV-യുടെ ഒരു സാധ്യതയായി ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ബിഗ് TV വനിതാ മാധ്യമപ്രവർത്തകയെ ചീഫ് എഡിറ്ററാക്കിയ സുജയ പാർവതിയെ ചീഫ് എഡിറ്ററാക്കിയത് സ്ത്രീപക്ഷ ഒരു നിലപാട് എന്ന നിലയിൽ കൂടി എടുത്തു കാണേണ്ടതാണ്. അവിടെ രാഷ്ട്രീയത്തിനപ്പുറം, അതായത് സംഘപരിവാർ രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം എന്നതിനപ്പുറം ഫാക്റ്റ് സംസാരിക്കുക. ഇപ്പോൾ റിപ്പോർട്ടർ TV-യെ സംബന്ധിച്ച് അവർ ഈ സ്വർണ്ണക്കൊള്ള കേസ് CPM-നെതിരെ വരുമ്പോൾ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ഫോട്ടോ ഇതാ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ മൊത്തം ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിരന്തരമായി വാർത്ത ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് തോൽവി വരുന്നു എന്ന ഘട്ടം വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആളിക്കത്തിക്കുന്നു. ന്യൂസ് മലയാളം 24-ലെ CPM മാധ്യമപ്രവർത്തകരെന്ന് ചീത്തപ്പേര് കേൾക്കുന്ന ഈ പറയുന്ന സനീഷും അതുപോലെ തന്നെ ഹർഷനുമൊക്കെ ചേർന്ന് വേറെ കുറേ വിഷയങ്ങൾ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തന്നെ വേറെ കുറേ കഥകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിരന്തരമായി പറയുന്നു. അപ്പോൾ മറ്റ് ചാനലുകൾ റേറ്റിംഗ് വേണമല്ലോ എന്ന് വിചാരിച്ച് റിപ്പോർട്ടറിൻ്റെ പുറകെ ഓടുന്നു. അതായത് റിപ്പോർട്ടർ എടുക്കുന്ന എന്തും മറ്റുള്ളവർ റേറ്റിങ്ങിന് വേണ്ടി എടുക്കും എന്ന അവസ്ഥ റിപ്പോർട്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാകുന്നു. അത് സോഷ്യൽ മീഡിയയിലും അവരെടുക്കുന്ന വിഷയം വലിയ ചർച്ചയാകുന്നുണ്ട്. അതായത് റിപ്പോർട്ടർ കൊണ്ടുവരുന്ന വിഷയം സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒരു സെൻസേഷണൽ ചർച്ചയായി നിലനിർത്താൻ പലപ്പോഴും റിപ്പോർട്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെ ഒരു ഉദാഹരണമായി എടുക്കാം. പക്ഷേ ഇപ്പുറത്ത് ഈ പറയുന്ന പോലെ ബിഗ് TV ഉദ്ദേശിക്കുന്നത് യാഥാർത്ഥ്യം സംസാരിക്കുക എന്നുള്ളതാണെങ്കിൽ, അതായത് റിപ്പോർട്ടർ TV CPM-ന് വേണ്ടി, ഇടതുപക്ഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ തുടർഭരണത്തിന് വേണ്ടി ഒക്കെ കൊണ്ടുവരുന്ന ഗിമ്മിക്കുകൾ, അല്ലെങ്കിൽ അത്തരം കഥകളുടെ മുനയൊടിക്കുന്ന വിധത്തിലുള്ള സത്യസന്ധമായ സമീപനമാണ് വാർത്തകളോട് സ്വീകരിക്കുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ ബിഗ് TV-ക്ക് റിപ്പോർട്ടർ TV-യെ തകർക്കാൻ കഴിയും, റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. എന്ന് മാത്രമല്ല CPM-ന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി റിപ്പോർട്ടർ TV ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസിൻ്റെ ഭാഗം പറയാനും കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന സമീപനമാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായ തിരിച്ചടി കൊടുക്കാനും കോൺഗ്രസിൻ്റെ വാദങ്ങൾക്ക്, UDF-ന്റെ വാദങ്ങൾക്ക് കേരള പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൊടുക്കാനും ഒക്കെയായി ബിഗ് TV പ്രവർത്തിക്കും, അല്ലെങ്കിൽ അത് അതിൻ്റെ ഭാഗമായി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവിടെ ജയ്ഹിന്ദും വീക്ഷണവും മാത്രമേ അവരുടെ മാധ്യമങ്ങളായിട്ടുള്ളൂ. ഡിജിറ്റൽ മീഡിയാസിൽ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ തകർന്നടിച്ച് കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാഹചര്യത്തിൽ അവർക്കൊരു ചാനൽ, ഒരു ഓൺലൈൻ സംവിധാനമൊക്കെ ആവശ്യമാണ്. അത് നിറവേറ്റാൻ വേണ്ടി ബിഗ് TV-ക്ക് കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ബിഗ് TV ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ വെല്ലുവിളി ഈ പറയുന്ന റിപ്പോർട്ടർ TV-ക്ക് ഉണ്ടാകും. രാഷ്ട്രീയപരമായി മാധ്യമ മേഖലയിൽ റിപ്പോർട്ടർ TV-ക്കായിരിക്കും ഏറ്റവും ആദ്യം
കൃത്യമായ അടി കൊടുക്കുക ബിഗ് ടി വി എന്നാണ് വിലയിരുത്തേണ്ടത്. അതുപോലെ രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ CPM വാദങ്ങൾക്ക് തിരിച്ചടി കൊടുത്തുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി എന്നുള്ളതല്ല, കോൺഗ്രസിൻ്റെ ഭാഗം കൂടി ശക്തമായി ഈ CITU മാധ്യമപ്രവർത്തകർക്കിടയിൽ ഉയർത്തിപ്പിടിക്കാൻ, CITU ചാനലുകൾക്കിടയിൽ ഉയർത്തിപ്പിടിക്കാൻ ബിഗ് ടി വിക്ക് കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന് വലിയ സ്വീകാര്യത ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. കാരണം CPM വിരുദ്ധമായി ചിന്തിക്കുന്നവർക്ക് ഒരു ചാനൽ, അല്ലെങ്കിൽ CPMൻ്റെ എല്ലാ തരത്തിലുള്ള നെറികേടുകളും തുറന്നു കാണിക്കുന്ന ഭരണവിരുദ്ധ വികാരം കൃത്യമായി പ്രതിഫലിക്കുന്ന ഒരു ചാനൽ എന്ന നിലയിലേക്ക് ഇവിടെ ചാനലുകൾ വരുന്നില്ല. ഇപ്പോൾ പൊതുവിൽ PRDയുടെ പരസ്യം, സർക്കാരിൻ്റെ പരസ്യമൊക്കെ ഈ അവസാന കാലഘട്ടങ്ങളിൽ എല്ലാ മാധ്യമങ്ങൾക്കും കിട്ടുന്നതാണ്. അതുകൊണ്ട് സർക്കാരിനെതിരായി തുറന്ന വിമർശനത്തിലൊക്കെ അവസാന കാലങ്ങളിൽ ചിലപ്പോൾ മാധ്യമങ്ങൾക്ക് പരിമിതികൾ ഉണ്ടാകാം. പക്ഷേ ബിഗ് ടി വി അങ്ങനെ ആകില്ല എന്നാണ് കരുതുന്നത്. അവർ ശക്തമായ രീതിയിൽ തന്നെ, അതായത് കഥകൾ ഉണ്ടാക്കി പറയുകയല്ല, മറിച്ച് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം, മൂടി വയ്ക്കപ്പെടുന്ന യാഥാർത്ഥ്യം, സർക്കാരിനെതിരായ കൃത്യമായ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടൊരു പ്രതിപക്ഷ ശബ്ദമായി ഉയർന്നു വരാനുള്ള സാധ്യതയാണ് കാണുന്നത്.